ഏപ്രിൽ 21 എൻ്റെ ചേച്ചിയുടെയും ചേട്ടായുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി. 13 വർഷങ്ങളാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 13th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന്. കഞ്ഞിക്കുഴിയിലുള്ള കോക്കോസ്നോഡിൽ പോയിട്ടാണ് കേക്ക് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പോൾ ഓഫറുണ്ട്, കുറേ നാളുകളായിട്ട് ഓഫർ നടക്കുന്നുണ്ട്. ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഓഫറാണ് കേട്ടോ. അപ്പോൾ 1100 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 1100 രൂപയ്ക്കാണെങ്കിൽ നമ്മൾ സാധാരണ മേടിക്കുന്ന അതേ ക്വാണ്ടിറ്റിയിലുള്ള 2 കേക്കുകൾ നമുക്ക് മേടിക്കാം. പിന്നെ അവിടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുണ്ട്, അതുപോലെ കുറേ ചിപ്സ് ഐറ്റംസ് ഒക്കെ. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ അവിടുന്ന് ചിപ്സ് വാങ്ങിയിട്ടാണ് പോകാറ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റും അതുപോലെ തന്നെ ചേച്ചിക്ക് ഇഷ്ടമുള്ള ചോക്കോ ട്രഫിളും ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുമാത്രമല്ല നല്ല ടേസ്റ്റിയാണ്. അവിടുത്തെ കേക്കൊക്കെ നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കത് വാങ്ങാൻ വേണ്ടി പറ്റും. അഫോർഡബിൾ റേറ്റിലാണ്. എനിക്ക് തോന്നുന്നു അവരുടെ സംക്രാന്തിയിലുണ്ട് ഔട്ട്ലെറ്റ്, ചുങ്കത്തുണ്ട്, കഞ്ഞിക്കുഴിയിലുണ്ട്, അങ്ങനെ പല സ്ഥലത്തുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഈ ഓഫർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഒന്ന് ചെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ കേക്കൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് കുറച്ച് പാടായിരുന്നു സ്കൂട്ടറെ കൊണ്ടുവരാൻ വേണ്ടി. പിന്നെ നമ്മൾ കൊണ്ടുവരുമല്ലോ, അങ്ങനെ നമ്മൾ അത് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമാണ് ഇവരുടെ ഓരോ വർഷം ഇങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും ഭയങ്കര ഒരു കൗതുകമാണ് കേട്ടോ. എന്നാന്ന് എനിക്കറിയില്ല. ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കാര്യമാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണം. എനിക്ക് തോന്നുന്നു എല്ലാ അനിയത്തിമാരുടെ സ്വപ്നമായിരിക്കും ചേച്ചിമാരുടെ കല്യാണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോഴും അതേ ഒരു വൈബോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എൻ്റെ 13-ാമത്തെയോ 14-ാമത്തെയോ വയസ്സിലാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണം. അത്രയും നാൾ നമ്മൾ നല്ല വഴക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എത്രമാത്രം ഞങ്ങളുടെ ഇടയിലൊരു സ്നേഹം ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് കേട്ടോ. കാരണം നമ്മുടെ കൂടപ്പിറപ്പ് അന്ന് അകന്ന് പോവുക അല്ലെങ്കിൽ കല്യാണം കഴിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഞങ്ങളുടെ ചേട്ടായി എന്ന് പറയുന്നത്. കാരണം എൻ്റെ ചേച്ചീൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും അവളെ മിസ് ചെയ്യേണ്ട വന്നിട്ടില്ല, അല്ല അങ്ങനെ ഒരു അവസരം ചേട്ടായി വരുത്തിയിട്ടില്ല. കൂടെ വീട്ടിൽ കൊണ്ടുവരായിരുന്നു. നമ്മൾ എപ്പോൾ ആഗ്രഹിച്ചാലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നാട്ടിലാണെങ്കിലും എല്ലാവരും പറയുമായിരുന്നു അമ്മനെ കെട്ടിച്ച് വിട്ടുമെന്ന് നമുക്ക് തോന്നുന്നേ ഇല്ല, അമ്മ ഇപ്പോഴും ഇവിടെ തന്നെ ഉള്ള പോലൊരു ഫീലിങ്സ് ആണെന്ന്. അത് സത്യം തന്നെയാണ്, അതുപോലാണ് കൊണ്ടു നടന്നത്. ഇപ്പോൾ എനിക്ക് ചേച്ചി ആയതുകൊണ്ട് തന്നെ ഒരു ബ്രദറിൻ്റെ സ്നേഹം ഒരിക്കലും കിട്ടിയിട്ടില്ല. പക്ഷേ ചേട്ടായി വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു ബ്രദറിൻ്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. എന്നാൽ പോലും അതെല്ലാം ദൂരീകരിച്ചുകൊണ്ട് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇത്രയും നാളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്രദറിൻ്റെ മാത്രമല്ല, ഒരു അച്ഛൻ്റെ സ്നേഹം കൂടെ എനിക്ക് പലപ്പോഴും എൻ്റെ ചേട്ടായുടെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബൈ സീ യു.